പണ്ട് കെ എം മൗലവി ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉമർ മൗലവിനെ കൂടെ കൂട്ടി. ഉമർ മൗലവി അപ്പോൾ നമ്മൾ ആശയത്തിൽ ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുള്ളൂ, എത്തിയിട്ടുള്ളൂ. അങ്ങനെ പോയി അവിടെ എത്തിയപ്പോൾ കെ എം മൗലവി കുറച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇനി ഈ ഉമർ സാഹിബ് സംസാരിക്കുന്നു. പെട്ടെന്ന് വന്നപ്പോൾ ഉമർ മൗലവി ഒന്ന് ബേജാറായി. പിന്നെ അദ്ദേഹം ഉമർ മൗലവി ആദ്യമായിട്ട് ക്ലാസ് എടുത്ത ആയത്ത് സൂറത്ത് അൽ അഷ്റിലെ 18-ാമത്തെ ആയത്താണ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വായിച്ചപ്പോൾ എനിക്കതൊന്ന് പരിശോധിക്കണമല്ലോ എന്ന് തോന്നിയപ്പോഴാണ് അത് വല്ലാത്തൊരായത്താണ്, മനസ്സിലേക്ക് വല്ലാതെ തറയ്ക്കണ ഒരായത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഒരു ആയത്തിൻ്റെ ഏതാണ്ട് തുടക്കത്തിലും അവസാനത്തിലുമായിട്ട് 2 പ്രാവശ്യം ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നടുവിലൊരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം നമുക്ക് വേണ്ടി പഠിച്ചുകൊണ്ട് വെച്ച് നീട്ടി തന്നൊക്കെയാണ്. മാ ഖദ്ദമത് ലിഗദിൻ, നിങ്ങളോട് തന്നെ, ആരോടും ചോദിക്കാനല്ല, നാട്ടുകാരോടോ മറ്റുള്ളവരോടോ ഒന്നും ചോദിക്കാനല്ല, സ്വന്തം നിങ്ങളോട് തന്നെ ചോദിക്കാം. മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് ഒരുക്കിയെന്നുള്ളത്. ആ ചോദ്യം ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇങ്ങനെ ഇത് നന്മകൾ കുറവാണല്ലോ, തിന്മകൾ കൂടുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു ബോധം നമുക്ക് വരും. ഒരു അല്പസമയം അല്ലേ, ഒരു ക്വസ്റ്റ്യൻ ടൈം ദിവസവും രാത്രിയിൽ ഒരു 5 മിനിറ്റെങ്കിലും മതിയാവും. അന്നത്തെ ദിവസം ഒന്നായിട്ട് ഒറ്റൊരു ഓടിച്ച് നോട്ടം, ഒരു ക്വസ്റ്റ്യൻ ടൈം നമ്മൾ വെച്ചാൽ നമ്മളെ ജീവിതം ഇങ്ങനെ ഒരു സ്വർഗത്തിലേക്ക് നമ്മളെ ലക്ഷ്യം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമാണ് സ്വർഗം. ആ സ്വർഗത്തേക്കുള്ള ചവിട്ടുപടികളായി മാറും. അസ്സലാമു അലൈക്കും.